ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നീണ്ടൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ വരുന്നത്. എൻ്റെ മിക്ക വീഡിയോസും അങ്ങനെ തന്നെയാണ്. കാരണം ഞാൻ കുറച്ച് ബിസി ആയിട്ടിരുന്ന ടൈമുകളിൽ എനിക്ക് അതിന് വീഡിയോസ് എടുക്കാനുള്ള ടൈം കണ്ടെത്തി ചെയ്യാനുള്ള ഒരു കഴിവെനിക്കില്ല. അതുകൊണ്ട് അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ പിന്നെ അതുമല്ല, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ആള് സർപ്രൈസ് ആയിട്ട് എൻ്റെ ബർത്ത്ഡേയുടെ ടൈമിൽ വന്നു. അതൊട്ടും പ്രതീക്ഷിക്കാതെ വന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഷോക്കിൽ നിന്ന് മാറി ബർത്ത്ഡേ വ്ളോഗ് കാര്യങ്ങൾ എടുക്കാനുള്ള ഒരു ടൈം കിട്ടിയില്ല. പിന്നെ അതിനുള്ള ആള് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഒരു ടൈം വേണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോസ് ആണ് ഞങ്ങൾക്ക്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഡാഡിയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്, 41ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് അവരെ പോയി വിസിറ്റ് ചെയ്യണം എന്നാണ് ആദ്യമേ വിചാരിച്ചിരുന്നത്. പക്ഷെ ഡാഡി ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളയും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ആൾക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ട വരും. അപ്പോൾ നമ്മൾ പറയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആളെ കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വിളിച്ചു പറഞ്ഞു എത്തും എന്നുള്ള കാര്യം. പക്ഷെ നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ സർപ്രൈസുകൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ രീതിയിൽ. അത് അവർക്ക് സർപ്രൈസ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അവർ അങ്ങനെ നമ്മുടെ പേരൻസിന് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്താൽ തന്നെ അവർക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കുമല്ലോ. അതുകൊണ്ട് വളരെ ചെറിയ രീതിയിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളിപ്പോൾ ആലപ്പുഴയിലാണ് ഉള്ളത്. ആലപ്പുഴ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓൺ ദ വേ ആണ്. അപ്പം നമുക്ക് കുട്ടി കുട്ടി സർപ്രൈസ് എന്നാന്ന് കാണാം. അങ്ങനെ നമ്മൾ ചങ്ങനാശ്ശേരിയിലെത്തിയപ്പോൾ നമുക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കാന്താരി റെസ്റ്റോറൻറ്റിൽ കയറി. അത്യാവശ്യം നല്ല ഫുഡാണ് കേട്ടോ അവിടുത്തെ. ഞാൻ കള്ളപ്പവും നൂൽപുട്ടും വാങ്ങിച്ചു. അതിൻ്റെ കൂടെ നാടൻ ചിക്കൻ കറിയാണ് മേടിച്ച്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല ഫുഡായിരുന്നു. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ സംഗീത ഫാഷൻസിൽ പോയി. ഡാഡിക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ നമുക്ക് ഗിഫ്റ്റ് മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റ് മേടിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് കുറച്ച് റെസ്റ്റ് എടുത്തതിന് ശേഷം ഡാഡിനെയും മമ്മേനെയും കൂട്ടി നമ്മൾ നേരെ പോകുന്ന പടുപ്പുര ഷാപ്പിലേക്കാണ്. പടുപ്പുരയിലേക്ക് പോകണമെന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ടോ. ശരിക്കും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഷാപ്പാണ്. പക്ഷേ ഇതുവരെ നമ്മൾ പോയില്ല കേട്ടോ. എന്നിട്ട് ഞങ്ങളാണെങ്കിൽ അവിടെ നിന്ന് തലക്കറി, കപ്പ, കാട വറുത്തത്, ബീഫ്, പന്നി, പിന്നെ എന്തായിരുന്നു അങ്ങനെ കുറേ മുന്തിരിക്കള്ള്, പിന്നെ കുറേ ഐറ്റംസൊക്കെ മേടിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അതിൽ തലക്കറി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീണ്ടും വീട്ടിലേക്ക് തിരിച്ചു പോയി. വീണ്ടും റെസ്റ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത സ്ഥലത്തിലേക്ക് പോവാണ്. നമ്മൾ അടുത്തായിട്ട് പോകുന്നത് പുത്തേട്ട് സിനിമാസിലേക്കാണ്. പക്ഷേ അവിടെ പോയപ്പോൾ ഒരു പ്രശ്നം പറ്റി. എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ നമുക്ക് കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ അവസാനം ഈ 3 നിലയിലും ഡാഡിയും മമ്മിയും നടന്ന് കയറി വരേണ്ടതായിട്ട് വന്നു. ശരിക്കും അവർക്ക് അതാണ് ഏറ്റവും സർപ്രൈസ് ആയ കാര്യം. 2 പേർക്കും മുട്ടുവേനുള്ള ആൾക്കാർ പാവം 3 നില നടന്ന് കയറി വരേണ്ടി വന്നു. നമ്മളതിന് ശേഷം അവിടെ പോയി തുടരും കണ്ടു കേട്ടോ. അങ്ങനെ സൂപ്പർ സിനിമയാണ്. അതിനുശേഷം നമ്മൾ ക്യൂട്ടിപ്പൈ പോയി നമ്മൾ കേക്ക് വാങ്ങിച്ചു. ഈ കേക്ക് നമ്മൾ എപ്പോഴും മേടിക്കണം വിചാരിക്കും, പിന്നെ നമ്മൾ മേടിക്കാതും. അപ്പോൾ ഫൈനലി നമ്മൾ ഡാഡിയുടെ മമ്മിയുടെ വെഡിങ് ആനിവേഴ്സറി കേക്ക് മേടിച്ചു കേട്ടോ. ശരിക്കും ഇത് ഇത്ര നാൾ മേടിക്കായിരുന്നു വലിയ നഷ്ടമായിട്ട് തോന്നുന്നു. നല്ല ടേസ്റ്റായി, ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മമ്മിയും ഡാഡിയും എന്നൊക്കെ എഴുതി കൊണ്ടുവന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്ക് മുറിച്ചു. അവരെങ്ങോട്ടും ഇങ്ങോട്ടും 41 വർഷത്തെ അവരുടെ സ്നേഹം അവരെങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ചു. ശരിക്കും ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ, മക്കളിൽ ഞാൻ മാത്രമേ ഉള്ളൂ നാട്ടിൽ. എനിക്ക് പറ്റുന്ന പോലെ ഞാൻ അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഇവർക്ക് ഇതെല്ലാം ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളിങ്ങനെ വരുമെന്ന് ഇങ്ങനെ ചെയ്യുന്നൊന്നും അവരൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ എനിക്കും ഇച്ചയ്ക്കും ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ വീട്ടിൽ നിന്നും കുറച്ച് അവർ ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതും ഞങ്ങൾ മേടിച്ച ഗിഫ്റ്റെല്ലാം ഇവർക്ക് കൊടുത്തു. എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമായി. അവരെ ഭയങ്കര ഹാപ്പിയാക്കാൻ പറ്റി. അത് മതി നമുക്ക്.